ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ നമ്മൾ ഒരു നൈറ്റ് വ്ലോഗായിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ എല്ലാവരും ഇച്ചായൻ്റെ ഫ്രണ്ട്സാണ് ഇവരെല്ലാം. ഇവരുടെയൊക്കെ കൂടെ നമ്മൾ ഇച്ചായൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ഫംഗ്ഷന് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാവക്കുട്ടൻ. ഇന്ന് നൂലുകെട്ടൊക്കെ കഴിഞ്ഞത് നല്ല ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം ഇച്ചായൻ്റെ കൂടെ +2 ഒരുമിച്ച് പഠിച്ചവരാണ്. അവരും അവരുടെ ഫാമിലീസുമാണ്. നൂലുകെട്ടൊക്കെ രാവിലെ ആയിരുന്നു. രാവിലെ എല്ലാവരും ബിസിയാണ്. എല്ലാവർക്കും വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാവരും കൂടി ഒരുമിച്ച് രാത്രി വന്നു. രാവിലെ ആണെങ്കിൽ എല്ലാവർക്കും ബിസിയായി പെട്ടെന്ന് വന്ന് എല്ലാം തല കാണിച്ചിട്ട് പോകേണ്ട വരില്ലേ. അതാകുമ്പോൾ രാത്രിയാകുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്നൊരിതിലാണ് എല്ലാവരും രാത്രിത്തേക്കാക്കിയത്. അങ്ങനെ ഞങ്ങൾ രാത്രി കുഞ്ഞാവയെ കാണാൻ വന്നത്. കുഞ്ഞാവ വന്നപ്പോൾ തന്നെ നല്ല ഉറക്കമായിരുന്നു. വന്ന പാടെ തന്നെ കുഞ്ഞാവയെ കണ്ടതും ചോട്ടു ആദ്യമേ കുഞ്ഞാവയുടെ അടുത്ത് സ്ഥലം പിടിച്ചു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു വാവയും കൂടി ഉണ്ടായിരുന്നു. ബാക്കി പിള്ളേരെല്ലാം അവൻ്റെ അടുത്തായിരുന്നു. ഇവൻ തീരെ പൊടിയായതുകൊണ്ട് ആരും ഇവനെ അധികം ശ്രദ്ധിക്കാൻ പോയില്ല. മറ്റവൻ്റെ അടുത്തായിരുന്നു എല്ലാവരും കളിച്ചുകൊണ്ടിരുന്നത്. ഇവരും 3 പേരും ആണെങ്കിൽ അവർ വേറൊരു ലോകത്താണ്. അവരവരുടേതായ ലോകത്താണ്. ചോട്ടുവും അവരോടൊന്നും വലിയ അടുപ്പമൊന്നുമില്ല. ചോട്ടു ഇങ്ങനെ മാറി മാറിയിരിക്കുക. ചോട്ടുവിന് അടുത്ത് വരുമ്പോഴത്തേക്കും എല്ലാവരും തമ്മിൽ പിരിയാനുള്ള സമയമാകും. ചോട്ടുവിനാണെങ്കിൽ വാവയെ ഒന്ന് എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. അവിടെ അടുത്തിരുന്ന് വാവയെ തൊട്ട് നോക്കിയും അങ്ങനെ കുഞ്ഞിനെ നോക്കി നോക്കി ഇരിക്കുവാണ്. എങ്ങനെയെങ്കിലും അതിനൊന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ എന്നൊരിതിലാണ് ചോട്ടു ഇരിക്കുന്നത്. ഇവരെല്ലാം ഇച്ചായൻ്റെ സ്കൂൾ മേറ്റ്സും ഫാമിലിയും അങ്ങനെയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയത്ത് ഭയങ്കര സൂപ്പറാണ്. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ഭയങ്കര കളിയാക്കലും കാര്യങ്ങളും ഭയങ്കര എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ്. മീട്ടുവാണെങ്കിൽ 2 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരെല്ലാവരും ഒരുമിച്ച് കാണുന്നത്. അതിൻ്റെ കുഞ്ചിനെയും നൈനുവിനെയൊക്കെ പിന്നീട് ഇപ്പോഴാണ് മീട്ടു കാണുന്നത്. അതിൻ്റേതായ എല്ലാ മീട്ടു അവരുടെ പേര് മറന്നുപോയായിരുന്നു. പിന്നെ ചോദിച്ചു. പിന്നീടാണ് പേരൊക്കെ ഓർമ്മ വന്നത്. അങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുട്ടികളല്ലേ, അവർ പിന്നെ പെട്ടെന്ന് സെറ്റാവുമല്ലോ. അവർ പിന്നെ സ്കൂളിൽ പഠിച്ച കളിയും അതും ഇതൊക്കെ ആയിട്ട് അവരവരുടേതായ ഒരു ലോകത്ത് അവരവിടെ മാറിയിരിക്കുകയായിരുന്നു. ചോട്ടുവിൻ്റേതായ ഒരു ലോകത്ത് ഞാനും ചോട്ടുവും മാത്രം. അവൾ അങ്ങനെ അവളുടെ ഒരു മൂലയിൽ ഇങ്ങനെ ഇരിപ്പായിരുന്നു. അപ്പോഴാണ് നമ്മുടെ വാവക്കുട്ടനെ കയ്യിൽ കിട്ടിയത്. വാവയോട് കുറച്ച് നേരം ഇരുന്ന് കളിക്കാൻ പറഞ്ഞപ്പോൾ ചോട്ടു ആകെ അറിയാവുന്നത് ക്ലാപ്പ് ചെയ്യുക മാത്രമാണ്. ഇതാ ചോട്ടു ഇങ്ങനെ ഇന്ന് തട്ടി തട്ടി വാ തുറക്കില്ല, ഇങ്ങനെ തട്ടി തട്ടി ഇങ്ങനെ ഇരിക്കുക. അവരാണെങ്കിൽ അവളെ തന്നെ നോക്കുന്നുമുണ്ട്. പക്ഷേ ചോട്ടു 2-3 തട്ടൽ കഴിഞ്ഞപ്പോഴത്തേക്കും ചോട്ടുവിന് പിന്നെ മതിയായി. പിന്നെ ഇങ്ങനെ ചോട്ടു വാവേനെ തൊട്ടും തലോടിയൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലത്തെ ഒരു മിണ്ടാപ്പൂച്ച ഉണ്ടാവുമോ? ആർക്കെങ്കിലും ഇവളെ ഒന്ന് എനർജറ്റിക് ആക്കാനുള്ള എന്തെങ്കിലും വഴി അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. പിന്നീട് അവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫ്രൈഡ് റൈസും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അതെല്ലാവരും കഴിച്ചു. പിന്നെ കഴിച്ചതിന് ശേഷം പിന്നെ വീണ്ടും നമ്മുടെ വട്ടമേശ സമ്മേളനം ഉണ്ടായിരുന്നു. ദേണ്ട ഈ ജഗ്ഗും ഗ്ലാസ്സുമായിട്ട് വരുന്ന ആളാണ് നമ്മുടെ കുഞ്ഞാവയുടെ അപ്പൻ. പണ്ട് മീട്ടു എങ്ങനെയായിരുന്നോ അതുപോലെയായിരുന്നു ഇപ്പോൾ ഈ വാവക്കുട്ടൻ. ഇവൻ്റെ പേര് ഞാൻ മറന്നുപോയി, എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ടാണ്. മീട്ടു പണ്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ കമ്പനിയായിരുന്നു. ആര് വിളിച്ചാലും അവരുടെ കൂടെ പോയി ഇരിക്കുകയോ അവരുടെ അടുത്തിരിക്കുകയോ ഒരു കരച്ചിലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ ഇല്ലായിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഇവൻ. ആര് കൈ നീട്ടിയാലും അവരുടെ കയ്യിൽ പോവും. അവരുടെ കയ്യിൽ ഒരു കരച്ചിൽ പോലും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യും. ചോട്ടു ഇതുപോലെ ആയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പിള്ളേരും ഒരുപോലെ അല്ലല്ലോ, എല്ലാവരും ഡിഫറെൻ്റ് അല്ലേ. കുഴപ്പമില്ല, അവളും കുറച്ച് കഴിയുമ്പോൾ മാറി മാറി വരുമായിരിക്കും. അവിടെ ചെന്നിട്ടാണെങ്കിലും ചോട്ടു കുറേ നേരം ഒരിടത്ത് മൂലയ്ക്ക് മാറിയിരുന്നെങ്കിലും പിന്നെ ചേച്ചിമാരുടെ കൂടെ കളിക്കാനൊക്കെ ചെറുതായിട്ട് പോയി തുടങ്ങിയായിരുന്നു. ഇച്ചാനാണെങ്കിൽ ഈ പ്രായത്തിലുള്ള പിള്ളേരെയാണ് ഇഷ്ടം. ഇതാകുമ്പോൾ എടുത്തുകൊണ്ട് നടക്കാമല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ മിണ്ടാതെ നമ്മുടെ കയ്യിലിരിക്കുകയും ചെയ്യും. അങ്ങനെ കൊണ്ട് നടക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. ആഗ്രഹമല്ല, ഇഷ്ടമാണ്. അങ്ങനെ ഇച്ചാൻ്റെ കയ്യിലായിരുന്നു കുറേ നേരം കുഞ്ഞാവ. ഇച്ചാൻ അങ്ങനെ കുറേ നേരം കൊണ്ട് നടന്നു. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരെയും കണ്ടതിന് അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു.
ചോട്ടു പിന്നെ പയ്യെ പയ്യെ പുറത്തോട്ടൊക്കെ പോയി കളിക്കാനൊക്കെ തുടങ്ങിയായിരുന്നു. ചേച്ചിമാരുടെ കൂടെ വെളിയിലൊക്കെ പോയി കളിക്കുകയും അവിടെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതിനെല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞെന്നാണ് തോന്നുന്നത്. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് വരുന്നത്. അല്ലെങ്കിൽ മന്തിൽ ഒരു 2ഓ 3ഓ പ്രാവശ്യം എല്ലാവരും മീറ്റ് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും തിരക്കൊക്കെ കാരണം എല്ലാവരും കുറച്ച് ലേറ്റായി, കുറച്ച് ഗ്യാപ്പ് വരുന്നുണ്ട്. ഇവരുടെ കൂടെയാണ് ഇച്ചായൻ എപ്പോഴും ഭയങ്കര ഹാപ്പി. അല്ലാതെ നമ്മൾ ഫാമിലിയായിട്ടോ അങ്ങനെയൊന്നും പോയാൽ ഇച്ചായൻ ഒട്ടും ഹാപ്പിയല്ല. ഇവരുടെ കൂടെ ആണെങ്കിൽ ഇച്ചായൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ പിന്നെ അവിടെയൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളെല്ലാവരും അവിടെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.